أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ ഐഹിക ജീവിതം വളരെ നിസ്സാരമായ ഒന്നാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒന്നാണ്. അതല്ലെങ്കിൽ അത് കൂടുതലായി നമുക്ക് ബോധ്യപ്പെടുക നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നമ്മിൽ നിന്ന് വളരെ പെട്ടെന്ന് വിടവാങ്ങുമ്പോഴാണ് ഈ ദുനിയാവിന്റെ താൽക്കാലികതയെക്കുറിച്ചും നിസ്സാരതയെക്കുറിച്ചും നമുക്ക് ബോധ്യമുണ്ടാകുക. ഭർത്താവിനെ ഏറെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നതിനിടയിൽ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് ഭർത്താവ് മരണപ്പെടുമ്പോൾ പരലോകത്ത് വെച്ചുകൊണ്ട് കാണാമല്ലോ എന്ന ആശ്വസിക്കുവാനുള്ള ഒരു വകുപ്പ് നമുക്കുണ്ട്. അതുപോലെ തന്നെ അതോടൊപ്പം പരലോകത്തിന്റെ ആ യഥാർത്ഥ ലോകത്തിന്റെ വശവും ഇഹലോകത്തിന്റെ നിസ്സാരതയും നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഇനി ജീവിച്ചിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ജീവിക്കുന്നതിനിടയിൽ വളരെ പെട്ടെന്ന് രോഗാതുരമായ ഒരവസ്ഥ നമുക്ക് വന്നെത്തുമ്പോൾ, എന്തെങ്കിലുമൊക്കെ വളരെ അപകടകരമായ രോഗം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തിയാൽ അപ്പോഴും നമുക്ക് ബോധ്യമാകും, ഇതിനായിരുന്നുവല്ലോ ഞാൻ ഇത്രത്തോളം കഷ്ടപ്പെട്ടിരുന്നത്, ഇതിനായിരുന്നുവല്ലോ ഞാൻ ഇത്രത്തോളം ഓടി നടന്നിരുന്നത്, ഇനി എന്റെ ശരീരം പോലും ഈ ദുനിയാവിൽ എത്ര കാലം ഉണ്ടാകില്ല എന്നെനിക്ക് ബോധ്യമുണ്ട് എന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഈ ദുനിയാവിന്റെ നിസ്സാരതയെക്കുറിച്ച് നമുക്ക് ബോധ്യമാകുക. ആ നിസ്സാരത അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. നമ്മിൽ പലരും വിചാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളെല്ലാം വിചാരിക്കുന്നത് പോലെ അത്രത്തോളം വലിയ ഒരു കാര്യമായി കൊണ്ടല്ല ഐഹിക ജീവിതത്തെ വിശുദ്ധ ഇസ്ലാം നോക്കിക്കാണുന്നത്. കാരണം മനുഷ്യന്റെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും താല്പര്യങ്ങളും സാക്ഷാത്കരിക്കാനുള്ള ഒരവസ്ഥ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും നൽകുകയില്ല. അതുകൊണ്ട് ഇത് നിസ്സാരതയുള്ള ഒരു ലോകമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഹും വലഇബുൻ. ഐഹിക ജീവിതം എന്നത് ഒരു ലഹുവും വലഇബുൻ, ഒരു ലഹുവും ലഇബുമല്ലാതെ മറ്റൊന്നുമല്ല. വഇന്നദ് ദാറൽ ആഖിറത, പരലോക ജീവിതമാകട്ടെ, ലഹിയൽ ഹയവാൻ, പരലോക ജീവിതമാണ് ശാശ്വതമായിട്ടുള്ള ജീവിതം. ലൗ കാനൂ യഅലമൂൻ, മനുഷ്യർ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. അപ്പോൾ ദുനിയാവിലെ ജീവിതം എന്നത് ലഹുവും ലഇബുമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ലഹുവും വലഇബുൻ എന്ന് പറഞ്ഞാൽ, ലഹുവ് എന്ന് പറഞ്ഞാൽ പരലോകത്തെ മറക്കുന്ന, ശ്രദ്ധ തിരിക്കുന്ന ചില കാര്യങ്ങൾ ഈ ദുനിയാവിലുണ്ട് എന്നതാണ്. ഈ ദുനിയാവിൽ പരലോകത്തിനെ മറക്കുന്ന,
അതല്ലെങ്കിൽ പരലോകത്തെ പൂർണ്ണമായോ പാതിയായോ മറക്കുന്ന ചില കാര്യങ്ങൾ ഈ ദുനിയാവിലുണ്ട്. അത് ഒരു പക്ഷേ നമ്മുടെ ജോലിയാകാം. ആ ജോലി പരലോകത്തെ മറന്നുകൊണ്ടുള്ള ഒരു ജോലിയാണെങ്കിൽ അതൊരു മുസ്ലിമിന് സ്വീകാര്യമല്ല. ഒരു പക്ഷേ ശമ്പളം ലഭിക്കുന്നുണ്ടാകും, കൂലി ലഭിക്കുന്നുണ്ടാകും. പക്ഷെ ഹറാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജോലിയാണെങ്കിൽ അത് ഏതാണ് എന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. ഹറാമുമായി ബന്ധപ്പെട്ട, മദ്യവുമായി ബന്ധപ്പെട്ട, പലിശയുമായി ബന്ധപ്പെട്ടതൊക്കെയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പൊ അതാണോ എങ്കിൽ അത് പരലോകത്തെ മറക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മുടെ കച്ചവടം എന്നത് ഏറെ ശ്രേഷ്ഠകരമായ ഒന്നാണ്. കാരണം പ്രവാചകന്റെ സഹാബിമാർ എല്ലാവരും അധികം ആളുകളും കച്ചവടക്കാരായിരുന്നു. അപ്പോൾ ആ കച്ചവടം അള്ളാഹുവിനെ മറക്കുന്ന, പരലോകത്ത് നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന വല്ലതും ആ കച്ചവടത്തിലുണ്ടോ, കച്ചവട സമയത്തുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒന്നാണ്. നമ്മുടെ സൗഹൃദം എന്നതിന് വലിയ ആഴവും അർത്ഥവുമുള്ള ഒന്നാണ് സൗഹൃദം എന്നത്. ചില സൗഹൃദങ്ങളിലേക്ക് നാം അങ്ങനെ ഇറങ്ങി ആഴ്ന്ന് ചെന്നു കഴിഞ്ഞാൽ വല്ലാത്ത വൈബും രസവും അതിനുണ്ടാകും. വല്ലാത്ത രസമായിരിക്കും. കുഴപ്പമില്ല, ആ സൗഹൃദം നമ്മെ വഴിതെറ്റിക്കാത്ത സൗഹൃദമാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ നിലവിലുള്ള നമ്മുടെ ഭക്തിയിൽ നിന്ന്, നമ്മുടെ തഖ്വയിൽ നിന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയിൽ നിന്ന് നമ്മുടെ സൗഹൃദം കാരണം നാം അകലുന്നുണ്ടോ, ആ സൗഹൃദത്തെ അതിന്റെ ആദ്യ പടിയിൽ നമ്മൾ കരുതണം. അല്ലെങ്കിൽ നമ്മൾ പിടുത്തം വിട്ട് അങ്ങനെ പോകും. നമ്മൾ അറിയാതെ നമ്മൾ പിടുത്തം വിട്ടു പോകും. കാരണം എന്താ, ആ സൗഹൃദം ഒരു വല്ലാത്ത വലയമായി മാറും. നമ്മുടെ സൗഹൃദം എന്നത് നമ്മുടെ കൂടെയുള്ള ആളുകളെ കൂടി നമ്മുടെ ഒരു സംസ്കാരത്തിലേക്ക്, നമ്മുടെ ഒരു കൾച്ചറിലേക്ക്, നമ്മുടെ ഒരു വ്യക്തിത്വത്തിലേക്ക് അവരെ കൂടി ആകർഷിക്കുന്ന ഒന്നാകണം. അതിനപ്പുറം നമ്മുടെ സൗഹൃദം എന്നത് നമ്മുടെ ആരാധനകളെ അഡ്ജസ്റ്റ് ചെയ്യുന്ന, നമ്മുടെ മൂല്യങ്ങളെ തകർത്ത് കളയുന്ന, നമ്മുടെ സംസ്കാരങ്ങളെ കൂടെയുള്ളവന്റെ സംസ്കാരമാക്കി മാറ്റിക്കളയുന്ന ഒന്നാണെങ്കിലോ ആ സൗഹൃദം നമ്മെ വഴിതെറ്റിക്കുന്ന ഒരു ലഹുവാണ്. അപ്പൊ അതും ലഹുവിന്റെ പരിധിയിൽപ്പെട്ട ഒന്നാണ്. നാം പങ്കെടുക്കുന്ന ചില പാർട്ടികൾ, ഫാഷൻ ഷോകൾ, മേളകൾ, ഇതൊക്കെ പലപ്പോഴും നമ്മുടെ പണവും നമ്മുടെ സമയവും നമ്മുടെ മനസ്സും കവരുന്ന ഒന്നായി തീരാറുണ്ട്. അവിടെയൊന്നും നമുക്ക് ഈമാൻ ലഭിക്കുന്ന ഒന്നല്ല. അത് നമ്മുടെ പണം കവരുന്നതാണ്, നമ്മുടെ സമയം കവരുന്നതാണ്, നമ്മുടെ മനസ്സിനെ, ഇസ്ലാമികമായ മനസ്സിനെ കവർന്നെടുക്കുന്നതായിരിക്കും. അതാണ് ഖുർആൻ പറഞ്ഞത്, പരലോകത്തെ നാം വിസ്മരിക്കുന്ന ഒന്നാണ് ലഹ്വ് എന്ന്. ലഅബ് എന്നത് ഗൗരവമല്ല എന്ന് നാം വിചാരിക്കുന്ന താൽക്കാലിക രസത്തിനുള്ള ചില കളികളാണ്. നമ്മളാണ് വിചാരിക്കുന്നത് ഗൗരവമല്ല. അതിലും പിശാച് നമ്മെ അകപ്പെടുത്തും. നമ്മൾ പോകുന്ന ഒരു യാത്ര, 1, 2, 3, 4, 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയിൽ ഒരു പക്ഷേ മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടാകും. അപ്പോ അയാൾ ജീവിതത്തിൽ മദ്യപിക്കുന്ന ഒരാളല്ല. പക്ഷെ യാത്രയുടെ ഒരു രസത്തിന് വേണ്ടി അയാൾ വിചാരിക്കണം ഗൗരവമല്ലല്ലോ. കാരണം എനിക്ക് 10, 35, 40 വയസ്സൊക്കെ, അപ്പോഴൊക്കെയാണ് ഇത് തുടങ്ങുക. നമ്മൾ വിചാരിക്കും 20, 25 വയസ്സൊക്കെയാണ് ഭയങ്കര ടൈം. അങ്ങനെ ഒരിക്കലും 20, 25 വയസ്സുള്ള ചെറുപ്പക്കാർ വിചാരിക്കേ വേണ്ട. ജീവിതത്തിൽ നമുക്ക് ഇത് എന്തൊക്കെയോ ഒരു സംഭവമാണ് എന്ന് തോന്നുന്ന പ്രായം നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചതിന്റെ ആ തുടക്കകാലമായിരിക്കും. ആരോഗ്യം ഉണ്ടാവും, സമ്പത്തുണ്ടാവും, കുടുംബമൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടാവും. പിന്നെയാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു സംഭവമാണെന്ന് ഇങ്ങനെ തോന്നുന്നത്. ചെറുപ്പത്തിലൊന്നും അത് വൈബായില്ല, അത് വേണ്ടത്ര ആസ്വദിച്ചില്ല. അപ്പോഴാണല്ലോ അത് വല്ലാത്തൊരു രസം. അപ്പൊ ആ പ്രായത്തിൽ, ആ യാത്രയിൽ ഒരു പെഗ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മുറുക്ക്, ഒരു കവിള് എന്നൊക്കെ പറയുമ്പോ ആ മദ്യത്തിനോട് നോ എന്ന് പറയാൻ നമുക്ക് സാധിക്കാം. അല്ലെങ്കിൽ പരലോകത്തെ വിസ്മരിക്കുന്ന ലഅബാണ്. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുന്ന സ്ഥലങ്ങൾ, എല്ലാവരാലും ആകർഷിക്കപ്പെടുന്ന സ്ഥലങ്ങൾ, അതിൽ നിന്നൊക്കെ പലപ്പോഴും പരലോക ജീവിതത്തെ നമ്മെ വിസ്മരിപ്പിക്കുന്ന പലതും ഉണ്ടായിത്തീരും. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ,
ഈ ഐഹിക ജീവിതം എന്നത് ഇല്ലാ ലഹുവും വലഇബുൻ, ഇതൊരു കളിയും വിനോദവുമാണ്. വഇന്നദ്ദാറൽ ആഖിറ, എന്നാൽ പരലോക ജീവിതം എന്നത് ലഹിയൽ ഹയവാൻ, അതാണ് ശാശ്വതമായിട്ടുള്ളത്. ലൗ കാനൂ യഅലമൂൻ, മനുഷ്യർ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. അപ്പോൾ ഈ ദുനിയാവ് എന്നത് ഇങ്ങനെ തീർന്നു പോകും. ഇത് തീർന്നു പോയാൽ നമുക്ക് പ്രവേശിക്കുവാനുള്ള ലോകം ബർസഖിയായിട്ടുള്ള ലോകമാണ്, ഖബർ ജീവിതമാണ്. ഖബർ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ മാത്രമാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ലോകത്തെല്ലാവരും ഖബർ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല. അവരുടെ മുന്നിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അവർ കളിയാക്കും. കാരണം ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അധികം ആളുകൾ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മളൊരു ഖബർ സന്ദർശിക്കാൻ പോകുന്നത് വരെ നമ്മുടെ മരണത്തെ കുറിച്ച് ഓർത്തുകൊണ്ടാണ്, അല്ലെ? അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, അങ്ങനെയാണ് നമ്മൾ ഖബറിടത്തേക്ക് പോവുക. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അൻതും ലനാ ഫറത്തുൻ വ നഹ്നു ലക്കും തബഉൻ അസ്അലുല്ലാഹൽ ആഫിയത ലനാ വലക്കും. അതാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. അതിന്റെ കുറഞ്ഞ രൂപവും കൂടിയ രൂപമൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ്? നമ്മൾ ഖബറിന്റെ അടുത്തേക്ക് പോകുമ്പോ നമ്മൾ എന്താണ് അവിടെ സത്യത്തിൽ നമ്മളോട് സംവദിക്കുന്നത്? നമ്മളോട് എന്താ പറയുന്നത്? അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുഅ്മിനീങ്ങളായ മുസ്ലിങ്ങളായവരെ അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ, രക്ഷയുണ്ടാകട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, നാളെ ഞങ്ങളും ഇങ്ങോട്ട് വരാനുള്ളവരാണ്. വ ഇന്നാ ഇൻഷാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹു ഉദ്ദേശിച്ചാൽ ലാഹിഖൂൻ, നിങ്ങളിലേക്ക് ചേരേണ്ടവരാണ് ഞങ്ങളും. അൻതും ലനാ ഫറത്തുൻ വ നഹ്നു ലക്കും തബഉൻ, നിങ്ങൾ ഞങ്ങളെക്കാൾ മുന്നിട്ട് പോയി, ഞങ്ങൾ നിങ്ങളെ പിന്തുടരുന്നവരാണ്. എന്താ? നമ്മുടെ മരണചിന്തയെ ബോധ്യപ്പെടുത്തുന്നതാണ്. നമ്മുടെ അതേ പ്രായമുള്ള കുറെ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്, കുറെ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാവും. ഒരേ സമപ്രായക്കാരായ ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ടാകും. ഭാര്യമാർ, ഭർത്താക്കന്മാർ, ജ്യേഷ്ഠന്മാർ, അനിയന്മാർ, മാതാപിതാക്കൾ, എളാപ്പമാർ, മൂത്താപ്പമാർ. ആ ഖബറിന്റെ അടുത്തേക്ക് പോകുമ്പോ നമ്മെ മരണം ഓർമ്മിക്കേണ്ടതുണ്ട് ആണ് നമ്മൾ പറയുന്നത്. എന്ത്? അൻതും ലനാ ഫറത്തുൻ വ നഹ്നു ലക്കും തബഉൻ, നിങ്ങൾ ഞങ്ങളെക്കാൾ നേരത്തെ പോയി, ഞങ്ങൾ നിങ്ങളെ പിന്തുടരേണ്ടവരാണ്. അസ്അലുല്ലാഹൽ ആഫിയത ലനാ വലക്കും, നിങ്ങൾക്കും ഞങ്ങൾക്കും അല്ലാഹുവിനോട് ഞങ്ങൾ ആഫിയത്തിനെ ചോദിക്കുന്നു. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖബർ ജീവിതമുണ്ട്, ബർസഖിയായ ലോകമുണ്ട്. ആ ബർസഖിയായ ലോകത്ത് രക്ഷയുമുണ്ട്, ശിക്ഷയുമുണ്ട്, സ്വർഗീയമായ അനുഭൂതിയുമുണ്ട്, നരകീയമായ അനുഭൂതിയുമുണ്ട്. അപ്പൊ അത് വിശ്വസിക്കുന്ന നമുക്ക് ലഅബിലും ലഹ്വിലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ പരലോകത്തിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റൂല. ഒരുപക്ഷെ നമ്മെ ആളുകൾ കുറച്ച് മോശക്കാരായിട്ട് കാണും. ഈ യഥാർത്ഥത്തിലുള്ള മുസ്ലിമായി ഇസ്ലാമിക സംസ്കാരത്തോടു കൂടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാല് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകും. നമ്മുടെ വീട്ടിലല്ല, നമ്മളൊരു പൊതു ഇടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരാകും. നമ്മളെ എന്തൊക്കെയോ കുറവുണ്ടെന്ന് ആളുകൾ ഇങ്ങനെ നമുക്ക് തോന്നും. ഇല്ല, അവരുടെയൊക്കെ മനസ്സിൽ സത്യത്തിൽ നമ്മളോട് ബഹുമാനമാണ് നമ്മൾ തിരിച്ചറിയാൻ. ഒരു ഹോസ്റ്റലിൽ MBBS വേണ്ടി പഠിക്കാൻ പോയ 25ഓളം മക്കൾ, ആ കുട്ടികളിൽ 2 പെൺകുട്ടികൾ പറഞ്ഞെന്തെന്നറിയോ? ഇസ്ലാമികമായ വേഷം മാറ്റാതെ ആ ഇസ്ലാമികമായ സംസ്കാരം മുറുകെ പിടിച്ചപ്പോ ആദ്യത്തെ 6 മാസം ഞങ്ങൾക്ക് വലിയ പ്രയാസമായിരുന്നു. കാരണം എന്താ? അങ്ങനത്തെ ഉള്ള റൂമിൽ ആവശ്യമില്ല, എവിടെ ആവശ്യമില്ല, അങ്ങനത്തെ ഉള്ള റൂമിൽ ആവശ്യമില്ല. കാരണം എന്താ? എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോ ആളുകൾ അങ്ങനെ ചെയ്യണ്ടെന്ന് പറയും. പക്ഷേ ബാക്കി 4.5 വർഷവും അവരുടെ ബഹുമാനം കിട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത്. ഇനി നമ്മൾ ലഅബിലും ലഹ്വിലും കൂടിക്കൊടുത്താലോ? തൽക്കാലം കൂട്ടുകെട്ടിൽ, സൗഹൃദത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയാണ് കൂടിക്കൊടുത്താലോ? കഴിഞ്ഞു. നമ്മൾ കൂടിക്കൊടുക്കരുത്. കാരണം നമുക്ക് ബർസഖിയായ ലോകമുണ്ട്, ഖബർ എന്ന ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിചാരണയുണ്ട് നമുക്ക്.
അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം പറഞ്ഞിരുന്നു, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പാപമോചനം നടത്തുക, വസ്സലൂ ലഹു തസ്ബീത്, നിങ്ങൾ അവനു വേണ്ടി അല്ലാഹുവിനോട് തസ്ബീത്തിനെ ചോദിക്കുക. അൽ ആൻ യുസ്അലൂ, കാരണം ഇപ്പോൾ ഈ മനുഷ്യൻ ചോദ്യത്തിന് വിധേയനായി കൊണ്ടിരിക്കുകയാണ്. തസ്ബീത്തിന് വേണ്ടി ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉറപ്പിന് വേണ്ടി ചോദിക്കുക. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്, വിശ്വാസികളായ ആളുകളെ അല്ലാഹു ബിൽ ഖൗലി സാബിത്തിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും വിശ്വാസികളെ അല്ലാഹു പിടിച്ചു നിർത്തും. അപ്പോ പരലോകത്ത് പിടിച്ചു നിന്ന് വിചാരണക്ക് ഉത്തരം പറയാൻ കഴിയണോ? അതിന് ഇവിടെ പിടിച്ചിക്കണം, അല്ലെങ്കിൽ കഴിയില്ല. രണ്ട് ലോകത്തും പിടിച്ചു നിർത്തുന്നതാണ്. ബർസഖിയായ ലോകത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അള്ളാഹു ധൈര്യവും സ്ഥൈര്യവും നൽകണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. ഇവിടെ എല്ലാത്തിനും കൂടി കൊടുത്തു കഴിഞ്ഞാലോ അവിടെ കഴിയില്ല നമുക്ക്. ഖുർആനാ പറഞ്ഞത്. പിന്നെയോ വിശ്വാസികളെ ഇരുലോകത്തും അള്ളാഹു പിടിച്ചു നിർത്തും, എങ്കിൽ നമുക്ക് വിചാരണക്ക് ഉത്തരം നൽകാൻ കഴിയും. തസ്ബീത്തൊക്കെ നമ്മൾ നിർവഹിക്കുന്ന ഒരു ബാധ്യതയാണ്. അതുകൊണ്ട് അയാൾ ഉത്തരം പറഞ്ഞോണമെന്നില്ല. ചോദ്യം ഉണ്ട് എന്നാണ്, വിചാരണയുണ്ട്. എല്ലാ കാര്യവും ഖബറിൽ വെച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കും. എല്ലാ സ്ഥലത്തും ചോദ്യമാണ്. മരിച്ചു കഴിഞ്ഞാൽ മരിക്കോൾ അവിടെ എങ്ങനെ മനുഷ്യന്മാർക്ക് ജീവിക്കാം? അള്ളാഹുവിനെ തെറി വിളിച്ചാൽ പോലും അള്ളാഹു ഇടപെട്ടോണമെന്നില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞാലോ തുടങ്ങും. അമ്മ ഓരോ കാര്യത്തിനും അള്ളാഹു ചോദിക്കും. അതുകൊണ്ടാണ് മരണത്തിന് ശേഷം നാം തസ്ബീത്ത് ചൊല്ലുന്നത്. അല്ലാഹുമ്മ തബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുവേ ഈ മനുഷ്യനോട് നീ വിചാരണ നടത്തുമ്പോൾ ഉത്തരം പറയാനുള്ള ഒരു സബത്ത്, ഒരു ഉറപ്പ് നീ ഈ മനുഷ്യന് നൽകണം റബ്ബേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ ഉത്തരം പറയാൻ നീ തോന്നിപ്പിക്കണം റബ്ബേ. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ, അല്ലാഹുവേ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് അല്ലാഹുവേ നീ ഇയാളെ രക്ഷപ്പെടുത്തണം റബ്ബേ. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണം റബ്ബേ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസ്അ, അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഈ മനുഷ്യന് നീ നിർഭയത്വം നൽകണം റബ്ബേ. ഇത് നമ്മളെല്ലാവരും ചൊല്ലുന്ന ഒന്നാണ്. അർത്ഥം അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാവും. പക്ഷെ അതിന്റെ ഉദ്ദേശം ഇതാണ് എന്നെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. എന്തിനറിയോ? അങ്ങനെ ചൊല്ലുമ്പോ നമ്മൾ നമ്മുടെ മരണത്തെ കുറിച്ച് ഓർക്കാനാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ തബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലി ഫസ്അ. മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കഴിഞ്ഞു. പിന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ മരിച്ചാല്, നമ്മൾ ജുമഅ കഴിഞ്ഞാൽ മരിച്ചാല് പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് 5:30 തന്നെ മയ്യത്ത് എടുക്കും. ഇന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലില്ല. ഇന്ന് നമ്മുടെ വീട്ടിലില്ല. നിങ്ങൾ ആലോചിച്ചു, ഒരു 6-7 മണിക്കൂർ പിന്നെ ആളുകൾ ഇങ്ങനെ വാച്ചെടുത്ത് എപ്പോഴെടുക്കണം ചോദിക്കും. 10 നിസ്കാരം വൈകിയ ആളുകൾക്ക് പരാതിയായിരിക്കും. ആർക്ക്? നമ്മുടെ സുഹൃത്തുക്കൾക്ക് തന്നെ. നമ്മൾ ഈ കമ്പനി ഒഴിവാവും. നമ്മൾ വിചാരിക്കും നമ്മളില്ലാതെ ആ കമ്പനി തന്നെ നടക്കൂല. പോലും പറഞ്ഞില്ലാതെ എങ്ങനെ ഞാൻ ജീവിക്കാൻ നടക്കൂല. ഒന്നുമില്ല. കാരണം നമ്മളിവിടെ ഒരു അടിസ്ഥാന അജണ്ടയല്ല. പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ അടിസ്ഥാന അജണ്ടകളാകണം. അപ്പോൾ ആ ശ്രദ്ധ നമുക്ക് ദുനിയാവിൽ ലഅബിലേക്കും ലഹുവിലേക്കും പോകാതെ നമ്മൾ ജീവിക്കണം. ഓരോ മനുഷ്യനും പിശാച് ഓരോ സംഗതികളിലെ പിടിക്കുക. ചില ആളുകൾ വളരെ നിസ്സാരാണ്. എന്താ, ഒന്ന് നിസ്കരിക്കാൻ പള്ളിക്ക് വരാന്നാ മതി, അല്ലെങ്കിൽ നിസ്കരിക്കാന്നാ മതി. വളരെ നിസ്സാരം. നിസ്കരിക്കാൻ വരുന്നവൻ എവിടെ പിടിക്കുക? നിസ്കരിക്കാൻ വരുന്നവൻ അതിന്റെ കിബിർമ ചിലപ്പോൾ പിടിക്കും. പിശാചിനെ എവിടെയെങ്കിലും ഒന്ന് മനുഷ്യനെ പിടിക്കണ്ടേ? നമ്മൾ പരമാവധി മനസ്സിലാക്കേണ്ടത് വെച്ചാല് പൈശാചികമായ ശബ്ദത്തിൽ നിന്ന്, വസ്വാസിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ അമലുകൾ ചെയ്യുന്നത് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നാം ചെയ്യുക എന്നതാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം ഖബറിനടുത്ത് നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നതാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ താടി നനയുന്ന സഹാബിമാർ ചോദിച്ചു, തുദ്കറുൽ ജന്നത്തു വന്നാറു ഫലാ യബ്കി, നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പറയുമ്പോൾ ഉസ്മാൻ പലപ്പോഴും താങ്കൾ കരയാറില്ലല്ലോ, പിന്നെ എന്താണ് ഖബറിനടുത്ത് നിൽക്കുമ്പോൾ താങ്കൾ കരയുന്നത്? അദ്ദേഹം പ്രവാചകൻ പറഞ്ഞൊരു ഹദീസ് പറയണം.
ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ്. അതാണല്ലോ ബർസഖിയായ ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വീടാണ്. അത് കഴിഞ്ഞില്ലേ മഹ്ശറയും വിചാരണയും അവസാനം നമ്മൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കപ്പെടുള്ളൂ. ആദ്യത്തെ വീടാണ്. അതുകൊണ്ട് തന്നെ ആ ഖബറിൽ നിന്നൊരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ള അവന്റെ ജീവിതം സുഖകരമായിരിക്കും. എന്നാൽ ആ ഖബർ ജീവിതത്തിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ അതിനുശേഷമുള്ള ജീവിതം വളരെ പ്രയാസകരമായിരിക്കുന്നതാണ്. ഇപ്പൊ നമ്മള് ഈ വെള്ളിയാഴ്ച ഖുതുബയും കാര്യങ്ങളൊക്കെ എന്തിനാണെന്നറിയോ? എനിക്കും നിങ്ങൾക്കൊക്കെ എന്തിനറിയോ? നമ്മളത് ഇങ്ങനെ ഓർമ്മപ്പെടുത്താനാണ്. നമുക്ക് ഈ ഓർമ്മ വേണം. നമ്മൾ ദുനിയാവിന്റെ പളപളപ്പിൽ ഇങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ പടച്ചോനെ ഞാൻ മരിക്കും, ഞാൻ ഖബറിൽ കിടക്കേണ്ടി വരും, എന്നോട് വിചാരണയുണ്ട് എന്ന് ബോധ്യം നമുക്കുണ്ടാകണം. ആ ഖബറിലെത്തിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന അഹദകും ഇദാ മാത ഉരിള അലൈഹി മഖഅദഹു ബിൽ ഗദാതി വൽ അശീ. ഖബറിലെത്തി കഴിഞ്ഞാൽ അല്ലാഹു പരലോകത്ത് സ്വർഗത്തിൽ നമ്മുടെ ഇരിപ്പിടം രാവിലെയും വൈകുന്നേരവും നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിക്കപ്പെടും. ഹദീസാണ്, അല്ലാഹു റസൂൽ പറയാം, ഖബറിലെത്തിക്കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിലെ നരകത്തിലെ ഇരിപ്പിടം ഇങ്ങനെ കാണിച്ചു തരും. നിങ്ങൾ ആലോചിച്ചു അതിന്റെ ഒരു അവസ്ഥ എന്താ? സ്വർഗാവകാശിയായ ആളാണോ ആ മനുഷ്യന് സ്വർഗത്തിലെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കും. നരകാവകാശിയായ മനുഷ്യനാണോ ആ മനുഷ്യന് നരകത്തിലെ ഇരിപ്പിടവും കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഇതാണ് നിന്റെ ഇരിപ്പിടം, ഇതാണ് നിന്റെ ഇരിപ്പിടം. അതുകൊണ്ട് ബഅസ് വരെ, പുനരുദ്ധാനം വരെ ആ മനുഷ്യൻ അവിടെ താമസിക്കുന്നതാണ്. അപ്പൊ ബർസഖിയായ ലോകം എന്ന് പറഞ്ഞാൽ എത്രയോ കാലമുള്ളതാണ് അല്ലെ? ആദ്യ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാം മുതൽ ബർസഖിയായ ലോകത്താണ്. ഇനി നമ്മിൽ നിന്ന് മരണപ്പെടുന്നവരോ ബർസഖിയായ ലോകത്താണ്. ആ ബർസഖിയായ ലോകത്ത് സ്വർഗാവകാശിയാണോ സ്വർഗീയമായ അനുഭൂതിയുണ്ട്, നരകാവകാശിയാണോ നരകീയമായ അനുഭൂതിയുണ്ട്. അപ്പൊ അത് ഓർക്കുമ്പോഴാണ് നമുക്ക് തെറ്റിലേക്കൊക്കെ പോകുമ്പോൾ പിടിച്ചെടുക്കാൻ തോന്നുന്നത്. പടച്ചോനെ ഇത് അനുഭവിക്കേണ്ടി വരുമല്ലോ, സ്വർഗം ലഭിക്കുമല്ലോ എന്ന വിചാരണ മനുഷ്യന് ലഭിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? രണ്ടാമത്തേത് വമാ ദീനുക, നിന്റെ മതമേതാണ്? മൂന്നാമത്തേത് ആ മനുഷ്യനോട് ചോദിക്കുക, വമാ ഇമാമുക, നിന്റെ ഇമാമാരാണ്? അപ്പോ ആരാണ്? വളരെ നിസ്സാരല്ലേ. ദീൻ ഏതാണ്? നമുക്കറിയാം, ഇസ്ലാമാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. ഇമാമ് ഖുർആനാണ്. വളരെ സിമ്പിളായ ചോദ്യമാണ്. പക്ഷെ ആ 3 ചോദ്യത്തിലെല്ലാം പെട്ടു. നമ്മുടെ മതം ഏത് എന്ന ചോദ്യത്തിന് ഇസ്ലാമാണെന്ന് പറയണമെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏറ്റവും പ്രധാനം ഇസ്ലാമിനോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടാകണം. ഏറ്റവും വലിയ ശിക്ഷാർക്കാർ നിഷേധികൾക്കാണ്. നിഷേധികൾ എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് മുസ്ലിമായി ഈശ്വരവാദത്തിലേക്കൊക്കെ പോയി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മോശമായിട്ടാണ് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. അള്ളാഹു അവർക്ക് ടൈം അങ്ങനെ നീട്ടിക്കൊടുക്കും. നമ്മളിങ്ങനെ വിചാരിച്ചിട്ടൊന്നും കാര്യമല്ല. എന്താ പോർക്കൊന്നും സംഭവിക്കാത്തത്, എന്താ പ്രയാസങ്ങൾ വരാത്തത്, പരീക്ഷണം വരാത്തത്? വരൂല. ടൈം കൂടുതൽ കൊടുക്കുക ചെയ്യുക. കാരണം എന്താ, എവിടെയുള്ളൂ. അപ്പൊ നമ്മൾ മുസ്ലിമാണ് എന്ന ഒരു സംസ്കാരം നമുക്ക് അഭിമാനം ഉണ്ടാകണം. ഇസ്ലാമിക ഐഡന്റിറ്റി നാം കാത്തു സൂക്ഷിക്കണം. ആരാണ് പ്രവാചകൻ? മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കും സമൂഹത്തിനും ഈ ലോകത്തും പരലോകത്തും ലാഭം നൽകുന്ന ഒന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടാകണം. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പല ആളുകളും റമളാൻ കഴിഞ്ഞാൽ ഖുർആനുമായി ബന്ധമില്ലാത്ത ആളുകളാണ്. നമ്മൾ അങ്ങനെ ആകരുത്. നമ്മളെ ഖുർആൻ എത്ര സൗകര്യം, ഖുർആൻ വേണമെന്നുണ്ടല്ല. നമ്മുടെ മൊബൈലിൽ ഖുർആൻ ഉണ്ട്. നമുക്കൊരു മനസ്സിന് വല്ലാത്തൊരു ടെൻഷനൊക്കെ തോന്നുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ടെൻഷൻ, ഖുർആന്റെ ഏതെങ്കിലും ഒരു സ്ഥലം ആ മൊബൈൽ ഫോണിൽ തുറന്നിട്ട് അർത്ഥസഹിതം ഒരു പേജ് വായിച്ചാൽ നമ്മുടെ ടെൻഷൻ പോവും. കാരണം എന്താ? ഖുർആൻ പറഞ്ഞാൽ അതാണ് നമ്മുടെ മനസ്സിന് സമാധാനം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പലപ്പോഴും വിൽപ്പന ചരക്കാകുകയാണ്. ഇത് നമുക്ക് സമാധാനത്തിനുള്ളതാണ്, അല്ലാതെ ഇത് ഊതി കൊടുത്തിട്ടുകൊണ്ട് സമാധാനം കൊടുക്കാനുള്ളതല്ല.
അപ്പോൾ ഈ ചോദ്യങ്ങൾ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞാൽ ഫയഫ്സഹു ലഹു ഫീ ഖബരിഹി 70 ദിറാഅൻ, ആ മനുഷ്യന്റെ ഖബർ അല്ലാഹു 70 മുഴം അത് വിശാലമാക്കി കൊടുക്കുകയും വയുനവ്വിറു ലഹു ഫീഹി, ആ ഖബറിലേക്ക് സ്വർഗീയമായ ഒരു അവസ്ഥ നൽകുകയും വയുഖാലു ലഹു, ആ മനുഷ്യനോട് പറയും നം കനൗമത്തിൽ അറൂസ്, ഒരു പുതുമണവാളൻ കിടന്നുറങ്ങുന്നത് പോലെ ഖബറിൽ കിടന്നുറങ്ങിക്കോ. അപ്പൊ ബർസഖിയായ ലോകം, ഖബർ ജീവിതം എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമല്ല, ഒരു പ്രയാസമല്ല. നമ്മിൽ നിന്ന് ആരെങ്കിലും മരിച്ചുപോയാൽ നമുക്ക് ടെൻഷനാണ്. പക്ഷെ മരിച്ചു പോണ ആള് നല്ല മനുഷ്യനാണോ, അയാൾക്ക് ഒരു ടെൻഷനുമില്ല. അയാൾക്ക് പിന്നെ സ്വർഗമാണ് ആ ഖബറിൽ. ഇന്നൽ മുഅ്മിന ഇദാ കാന ഫീ ഇഖ്ബാലിൻ മിനൽ ആഖിറതി, ഒരു വിശ്വാസിയായ മനുഷ്യൻ ആഖിറത്തിലേക്കുള്ള പരലോകത്തേക്കുള്ള യാത്ര പുറപ്പെട്ടാൽ നസലത് ഇലൈഹി മലായികത്തും മിനസ് സമാഅ, ആകാശത്തു നിന്ന് അല്ലാഹുവിന്റെ മാലാകമാർ ഇറങ്ങി വരും. വുജൂഹുഹും കഅന്നഹ ശംസ്, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖങ്ങളുള്ള, മഅഹും അവരുടെ കൂടെ ഉണ്ടാകും കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗ്ഗത്തിലെ കഫൻ പുടവ ആ മലക്കുകളുടെ കയ്യിൽ ഉണ്ടാകും. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗ്ഗത്തിലെ സുഗന്ധം ആ മലക്കുകളുടെ കയ്യിൽ ഉണ്ടാകും. ഇതൊന്നും ഒരു സ്വപ്നമല്ല, ഇതൊക്കെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. അതാണ് വഫിൽ ആഖിറതിഹും യുഖിനൂൻ, അവർ പരലോകത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് എന്ന് നമ്മളെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ നമ്മൾ നന്നാകാനുള്ള കാരണം, ഒരു മനുഷ്യൻ എന്തിനു നന്നാകണം? വളരെ കുറച്ചു കാലം ഇങ്ങനെ ശൈശവം കഴിഞ്ഞ്, കൗമാരം കഴിഞ്ഞ്, യൗവനം കഴിഞ്ഞ്, വാർദ്ധക്യത്തിന്റെ തുടക്കമായി വാർദ്ധക്യത്തിന്റെ അവസാനത്തിലേക്ക് എത്തും. അള്ളാഹു ആയുസ്സും ആരോഗ്യം കൊടുത്താൽ അതിങ്ങനെ കഴിഞ്ഞു പോകും. ഇത്ര കാലമൊക്കെ നമ്മളൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഇത്ര കാലമൊക്കെ വലിയ തിന്മകളും കാര്യങ്ങളൊക്കെ ചെയ്യാതെ നമ്മൾ പിടിച്ചെന്നോ? എങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖും പ്രാർത്ഥനയും ഇസ്ലാമിനോടുള്ള ഒരു ഇഷ്ടമൊക്കെ നമുക്കുണ്ടോ? ഇത് ഇങ്ങനെ തീരും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ലോകം. അതിനിടയിൽ ഞാൻ വീണ്ടും സൂചിപ്പിക്കാൻ, അതിനിടയിൽ ഖുർആൻ ആദ്യം ഓതി വെച്ച ആയത്തില്ലേ, അത് നമ്മൾ മനസ്സിലിടക്കിടക്ക് ഓതണം, അല്ലെങ്കിൽ അതിന്റെ ആശയം മനസ്സിലാക്കണം. വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, ഈ ഐഹിക ജീവിതം എന്നത് അല്ലേ അല്ല, ഇല്ലാ ലഹും വലഇബുൻ, ഇതൊരു കളിയും വിനോദവും അല്ലാതെ. അതായത് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഗൗരവമല്ല എന്ന് നമുക്ക് തോന്നാം, പക്ഷെ പരലോകത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്. അതിവിടെയുണ്ട്. അതുകൊണ്ട് അതിൽ വഞ്ചിതരാകരുത്. പരലോകമെന്നത് ലഹിയൽ ഹയവാൻ, അതാണ് യഥാർത്ഥ ജീവനും ജീവിതവും. ലൗ കാനൂ യഅലമൂൻ, മനുഷ്യർ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. ഈ മനസ്സിലാക്കൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷണമാണ്. നമ്മൾ മനസ്സിലാക്കണം, പിടിച്ചിക്കണം. ഇസ്ലാമികമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം സൊസൈറ്റിയിൽ പോലും ചിലപ്പോൾ പ്രയാസം, കുടുംബത്തിൽ വരെ പ്രയാസം. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ മുസ്ലിമാന്ന് പറഞ്ഞ പോലെയൊക്കെ പ്രയാസപ്പെടുത്തണം എന്നല്ല, പക്ഷെ നമ്മുടെ ഇസ്ലാമിക കൾച്ചറും ഇസ്ലാമിക സംസ്കാരവും ഒക്കെ നമ്മുടെ ഭാര്യയോട് ചില കാര്യങ്ങൾ പറയുന്നു, നമ്മുടെ പെൺകുട്ടികളോട് ചില കാര്യങ്ങൾ പറയുന്നു, നമ്മുടെ ആൺകുട്ടികളെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. അതൊക്കെ മോനെ അങ്ങനെ ചെയ്യരുത് കേട്ടോ, ബാപ്പാന്റെ കുട്ടിയെ ചെയ്യണട്ടോ, ഉമ്മാന്റെ കുട്ടി അങ്ങനെ ചെയ്യണട്ടോ, ഇസ്ലാമിക വേഷം ധരിക്കണട്ടോ, ഇന്ന സ്ഥലത്തേക്ക് പോകരുത് കേട്ടോ. വലിയ പ്രയാസമായിരിക്കും. പക്ഷെ എന്തിനാണ് നമ്മൾ പറയുന്നത്? എന്തിനാണ് നമ്മൾ അങ്ങനെ ജീവിക്കുന്നത്? നമ്മുടെ സുഹൃത്തുക്കൾ, അവരുടെ ചില ഇഷ്ടങ്ങൾ, ചില സ്റ്റാറ്റസുകൾ, ചില വൈബുകൾ അങ്ങനെ കാണുമ്പോൾ അതൊക്കെ ഭയങ്കര രസമാണല്ലോ. ഞാൻ എന്തപ്പോ ഇങ്ങനെ ചിന്തിക്കണ്ട, കുറച്ചു കാലം ഇവിടെ ഉള്ളൂ. നമുക്ക് ഇഷ്ടങ്ങളും രസങ്ങളും 98% അവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഇസ്ലാം എതിരല്ല. പക്ഷെ നോ എന്ന് പറഞ്ഞ ചില മേഖലകളുണ്ട്. അവിടെ എത്തുമ്പോ നമ്മൾ അവിടുന്ന് തിരിഞ്ഞു പോരണം. അങ്ങനെ പരലോകത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള പരിശ്രമവും ശ്രമവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.